അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഭാഗം 11. വിജ്ഞാനം. വസ്തുക്കളെ ആദരിക്കുക. വസ്തുക്കളെ ആദരിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ 11ാമത്തെ ടോപ്പിക്. നമുക്കറിയാം, വ്യക്തികളെ നാം ആദരിക്കുന്നുണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ, വിദ്യ പറഞ്ഞു തരുന്ന വ്യക്തികൾ, ഗുരുനാഥന്മാർ നാം ആദരിക്കുന്നുണ്ട്. ആദരിക്കണം, ആദരിച്ചേ പറ്റൂ. നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ അധ്യാപകരാണ്. അധ്യാപകരെ വെറുപ്പിച്ചാൽ ഒരു കാരണവശാലും നാം വിജയിക്കില്ല. തീർച്ചയാണ്. നാം വിദ്യ നുകർന്നു, അതിന് ശേഷം നാം വേറെ പഠിച്ച് വലിയ വലിയ സർട്ടിഫിക്കറ്റൊക്കെ നാം നേടിയെടുത്തു. അതേപോലെ തന്നെ നാം വലിയ ഉദ്യോഗത്തിലും നാം എത്തി. പക്ഷേ നമ്മുടെ അധ്യാപകർ നമ്മുടെ അത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നാം അവരെ ബഹുമാനിക്കാതിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നാം അനുഭവിച്ചേ മതിയാകൂ. അപ്പോൾ അതുകൊണ്ട് നാം എത്ര ഉയർന്ന നിലയിലെത്തിയിട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ അധ്യാപകരെ, വിദ്യ പഠിപ്പിച്ചു തരുന്നവരെ നാം ആദരിക്കണം, ആദരിച്ചേ പറ്റൂ. രണ്ടാമത്തത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും നാം ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയാണ് ദൈവത്തിൻ്റെ, പടച്ച തമ്പുരാൻ്റെ തൃപ്തി, അവൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് വ്യക്തികളെ തീർച്ചയായും നാം ആദരിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ചില വസ്തുക്കളുണ്ട്, ചില ഗ്രന്ഥങ്ങളുണ്ട്, ചില പുസ്തകങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളെ നാം ഗൗനിക്കാതെ വിടരുത്. ഗൗനിച്ചേ മതിയാകൂ. നാം ആദരിക്കുന്ന നമ്മുടെ ഗ്രന്ഥങ്ങൾ, ഖുർആൻ പോലെയുള്ള ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നാം ആദരിക്കണം. മുസ്ലിമീങ്ങൾ ഖുർആനിനെ ആദരിക്കുന്നു, ക്രിസ്ത്യാനികൾ ബൈബിളിനെ ആദരിക്കുന്നു, ഹൈന്ദവ സുഹൃത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളെ അവർ ആദരിക്കുന്നു. എന്നാൽ ഓരോ മതക്കാരും അവരുടെ ഗ്രന്ഥങ്ങളെ ആദരിക്കണം, ആദരിച്ചേ പറ്റൂ. ഇതാണ് 11ാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള വലിയ സന്ദേശം എന്ന് പറയുന്നത്. നാം ഇരിക്കുന്നതിൻ്റെ ഒരല്പം മുകളിൽ വേണം നാം ആദരിക്കുന്ന ഗ്രന്ഥങ്ങളെ വെക്കാൻ. നാം ഇരിക്കുന്ന അതേ ശൈലിയിൽ, അതേ രൂപത്തിൽ, അതേ സ്ഥലത്ത് നാം ആദരിക്കുന്ന ഗ്രന്ഥങ്ങൾ വെച്ചുകൂടാ. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളുണ്ട്, മസ്ജിദുകളുണ്ട്, ചർച്ചുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അതെല്ലാം ബഹുമാനിച്ചേ മതിയാകൂ. ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ കുട്ടികളുണ്ട്, മക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ ഇവരുടെ മതഗ്രന്ഥങ്ങൾ പാഠശാലയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഖുർആനുണ്ടെങ്കിൽ, ബാഗിൽ ദൈവീ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് തൂക്കുന്ന പരിപാടി നിർത്തൽ ചെയ്യണം. നാം മുന്നിലും ഖുർആൻ ബാക്കിലും, അതല്ലെങ്കിൽ ദൈവീ ഗ്രന്ഥങ്ങൾ ബാക്കിൽ, നാം മുന്നിൽ. ഒരിക്കലും അങ്ങനെ പാടില്ല. ഗ്രന്ഥങ്ങൾ വേണം മുന്നിൽ, നാം പുറകിലേ നടക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ വേണം മുന്നിൽ നടക്കാൻ, മക്കൾ പുറകിലാണ് നടക്കേണ്ടത്. അധ്യാപകർ മുന്നിൽ നടക്കട്ടെ,
നാം പുറകിലാണ് നടക്കേണ്ടത്. ഈ ഒരു ചിന്താഗതിയോടുകൂടി വേണം നാം ജീവിച്ച് മുന്നേറാൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ഇൻഷാ അല്ലാഹു തആല ബാക്കി അടുത്ത ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.